മാർക്ക് ചെയ്ത് അവിടെ നിന്ന് തട്ടി റീടെസ്റ്റ് ചെയ്ത കേട്ടോ. പക്ഷേ ഞാൻ റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത റീടെസ്റ്റ് ചെയ്തില്ലായിരുന്നു. എൻ്റെ പിറകിൽ നിന്ന് പിടിക്കാൻ നോക്കിക്കഴിഞ്ഞാലും SL കാരണം ഇനി മൂവ്മെൻറ്റ് എങ്ങനെയെന്ന് പറയാൻ പറ്റാത്തൊരു പൊസിഷനിൽ നിൽക്കും. പോയി ഒന്നും പറയില്ല ഗായ്സ്, ഒന്നും പറയില്ല. റൈഡിൽ ഏകദേശം 80% എക്സൈറ്റ് ആവേണ്ടതായി കഴിഞ്ഞു. എടുത്തു കേട്ടോ, അടിച്ചു കേട്ടോ. ഞാൻ ഇത് ഒന്നും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. പെർസെൻറ്റേജോടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ ഇത് വലുതാക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇതിന് മുമ്പത്തെ ഒരു ഇത് വെച്ച് ഞാൻ ഇത്തിരി സൈസ് വലുതാക്കിയതാണ് കേട്ടോ. അത് കണ്ട, അതുകൊണ്ടാണ് ഇവിടെ വെച്ചത് കേട്ടോ. 80% തന്നെയല്ല, കിട്ടിയല്ലേ പോട്ടെന്ന്. അത് തന്നെ റൈഡ് കംപ്ലീറ്റ്. ഇനിയിപ്പോൾ അപ്പ് ട്രെൻഡ് അടിച്ച് കയറും. ഞാൻ പറഞ്ഞ ഇനിയിപ്പോൾ അപ്പ് ട്രെൻഡ് അടിച്ച് കയറും. ഇതൊന്നും പറയില്ല, അടിപൊളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നേരത്തെ SL അടിച്ചതെന്നറിയോ, നേരത്തെ നീ പറ്റിയതുണ്ട് അബദ്ധം. അതിനുവേണ്ടി അത്രയും വെയിറ്റ് ചെയ്ത് ഹോൾഡ് ചെയ്തിട്ട് ഇതുവരെ വന്നില്ല. അങ്ങനെയാണ് ഞാൻ എൻട്രി അടിക്കുന്നത്. അല്ലെങ്കിൽ എനിക്കിങ്ങനെ അങ്ങനത്തെ എൻട്രി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ അങ്ങനത്തെ അത് വരില്ല. ഞാൻ ഒരു പ്രാവശ്യം എൻട്രി അടിച്ച് തെറ്റായി SL അടിച്ച് അടുത്ത ട്രെയിൻ എടുക്കുമ്പോൾ എൻ്റെ അവസ്ഥ കുഴപ്പമില്ല, എല്ലാം ശരിയാണ്. പറഞ്ഞാ ഇവിടുന്ന് പറക്കാൻ തുടങ്ങുമെന്ന്. എടുക്കണമെങ്കിൽ എടുക്കാമായിരുന്നു എനിക്ക്. കാരണം ആ എടുക്കേണ്ട സ്പോട്ടാണ് ഇവിടെ നിന്നുള്ള മെയിൻ സ്പോട്ടാണ്. കുഴപ്പമില്ല, വിട്ടുകളാൻ ആവശ്യമില്ലെന്ന് വിചാരിച്ച് അത്യാഗ്രഹം എന്തിനാണ് എടുക്കുന്നത്, മതി. ലൈറ്റൊക്കെ ഓഫ് ഇട്ട് ഇറങ്ങാൻ പോവാണ്. ആവശ്യം ഒരു വെറൈറ്റി അല്ലേ പറഞ്ഞാൽ പോയി ഒന്ന് ചെടിക്ക് വെള്ളം ഒഴിക്കണം. മഴ പെയ്തത് നോക്കിയിട്ട് കാര്യമില്ല, കാരണം ഇതൊരു 5 മിനിറ്റേ പെയ്തുള്ളൂ ഇത്തിരി നല്ല രീതിയിൽ. പക്ഷെ എന്നാലും ചെടിക്കൊരു 15 മിനിറ്റോളം ഇട്ടിരിക്കുന്നു. കാരണം കരിഞ്ഞു തുടങ്ങി ഇലയൊക്കെ. നേരത്തെ വന്നിട്ട് പോയി മൊബൈലിൽ ഒന്ന് ചാർജ് കയറണം. കഴിക്കാൻ പോകണം കേട്ടോ. ഫുള്ള് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, സെറ്റാക്കിയിട്ടുണ്ടല്ലോ കേട്ടോ. ഈ പ്രാവശ്യം കുറച്ച് റെഡിയായി. ഞാൻ പോകണം കേട്ടോ. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, സെറ്റാണ്. ഒന്നും പറയില്ല ഗായ്സ്, ടൈം എടുത്ത കേട്ടോ. ഫാസ്റ്റ് അല്ല. അയ്യോ, റൈസും വെച്ചിട്ടുണ്ട്. ഇനി ഇതും കഴിച്ചിട്ട് കഴിക്കുമ്പോൾ റൈസ് റെഡിയാവും ഗായ്സ്. കുറച്ചില്ലാത്ത കുഴപ്പമില്ല. ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് റെഡി ആവട്ടെ കേട്ടോ. ഫുള്ള് വെള്ളം ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പോകണം കേട്ടോ, റെഡിയാക്കിയിട്ടുണ്ട്. റെഡിയാക്കി കേട്ടോ. ഇത്ര നേരമായിട്ടും വെയിലും വന്നിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ ഈ സമയത്ത് നല്ല വെയിലടിക്കേണ്ടായിരുന്നു. മഴയിൽ ഇതാണ്ടായിരിക്കും. കുഴപ്പമില്ല, നീ കറി റെഡിയാവാറ്. ഡ്യൂട്ടി കയറാൻ പോകണം കേട്ടോ. ടൈം ആവണം. നേരെ പോയി ഒന്ന് ക്ലോറിനേഷൻ്റെ കൂടെ പോയി നോക്കും. ക്ലോറിനേഷൻ്റെ കൂടെ ഓക്കെയാണ് കേട്ടോ. വേറെ വലിയ ചൂടടിച്ച് തുടങ്ങിയിട്ടില്ല. ബോഡി ചെറിയ ചൂടടിച്ച് തുടങ്ങണതാണ്. കുഴപ്പമില്ല. ഇനി അടുത്ത് പോയി നേരെ കമ്പ്യൂട്ടർ ചെക്ക് ചെയ്യണ അനാലിസിസ് നോക്കണം. കുഴപ്പമില്ല കേട്ടോ. ഇനി അടുത്ത് കമ്പ്യൂട്ടർ ചെക്ക് ചെയ്ത് കുഴപ്പമില്ല. ഞാൻ അനാലിസിസ് കൂടി നോക്കിയത് കേട്ടോ. ഒന്നും പറയാനില്ല. ഇതെനിക്ക് ഒരു യോജിപ്പില്ല ഗൈസ്. പക്ഷെ ട്രെയിൻ എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ എടുക്കാം. ഞാൻ പറഞ്ഞില്ല, ഇത് മോർണിംഗിലുള്ള ഇന്നലെ രാത്രി പറഞ്ഞത് അപ്പ്. അതിനൊന്നും പറയില്ല ഗൈസ്. ആ ട്രെയിൻ എന്നാൽ ഇതുവരെ വരും. ഇതുവരെ ടാർഗറ്റ് വെച്ചാൽ ഓക്കെ. ഇതുവരെ ആകുമ്പോഴെങ്കിലും എക്സിറ്റ് ചെയ്ത് ഇറങ്ങി പോവാം. അതായത് ഇവിടേക്ക് എത്തുമ്പോൾ 80%, ബാക്കി 20 ഹോൾഡ്. അത് തന്നെ മനസ്സിലായില്ല. പിന്നെ മോർണിംഗ് ഉള്ളത്, മോർണിംഗ് സെഷൻ എൻ്റെ പോളിസിൽ അപ്പേ പിടിക്കാവുള്ളൂ. അതായത് റീടെസ്റ്റിന് വേണ്ടി ഇത്ര വന്ന് വെയിറ്റ് ഇല്ല, പറ്റൂല ഗൈസ്. മോർണിംഗ് റൈഡ് പറ്റൂല. വേണമെങ്കിൽ അവിടെ നിന്നുള്ള അപ്പ് എടുക്കാം, എന്നിട്ട് ആ റീടെസ്റ്റ് ചെയ്യുന്ന ശേഷമുള്ള ഒരു അപ്പ് കൊടുക്കുക. റൗണ്ട് റെന്റ് ടഫ്. യെസ്. പിന്നെ ആൾറെഡി ഞാൻ അപ്പിന് പ്ലാൻ ചെയ്തിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ മൂട്ടിന്ന് അടിക്കാൻ പറ്റും. ചിലപ്പോൾ 2 SL അടിക്കും. ഇന്നലെ അടിച്ച പോലെ 2 SL അടിക്കും വേണമെങ്കിൽ. ഓക്കെ, വേറൊരു കാര്യമില്ല ഗൈസ്. കഴിക്കാൻ പോകണം കേട്ടോ. വന്നില്ല കേട്ടോ ഇന്ന്. അല്ലെങ്കിൽ മറ്റേ പുള്ളിക്കാരൻ ഇന്ന് വന്നില്ല. പടം വരച്ച് ചേട്ടാ. കുഴപ്പമില്ല. എനിക്ക് 1 മണിക്കൂർ കൂടുമ്പോൾ റീഡിങ് എഴുതിയാൽ കൺട്രോൾ ചെയ്താൽ എൻ്റെ കയ്യിലൊന്നുമില്ല. ഇനി അടുത്തുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ പോയി പമ്പറും ക്ലോറിനേഷനും പോയി ചെക്ക് ചെയ്യണം. ലീക്കുണ്ട് കേട്ടോ.
എന്താ മറ്റേ മഞ്ഞ കളർ സാധനമുള്ള അരി കൊട്ടി തന്നു. ഉയിര് പോണ് ഗായ്സ്, ഉയിര് പോണ്. എന്റെ പൊന്നോ. ഇവിടെ കുഴപ്പമില്ല കേട്ടോ, ഓക്കെയാണ്. വെയിൽ പിടിച്ചത് നല്ല കൊട്ട് കുട്ടി കേട്ടോ. ഒപ്പോ ചെവി തരിച്ചു കയറാം. അവര് പോവുകയും ചെയ്യും കേട്ടോ. ഇപ്പൊ ഇറങ്ങിയുണ്ട്. എന്നോട് സംസാരിച്ചിട്ടാ വന്നായിരുന്നു കേട്ടാ. ഞാൻ അവരിന്ന് വന്നില്ലെന്ന് വിചാരിച്ചു, വരൂലാന്ന് വിചാരിച്ചു. ഇപ്പഴും പറഞ്ഞ ടൈം ആയായിരുന്നു, പക്ഷെ എന്നിട്ടും ലേറ്റ് ആയി കഴിയും. അതിന് കുഴപ്പമില്ല, ഒരു പോയി. ഇനി അടുത്തുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ പോയി ക്ലോറിനേഷൻ നോക്കുക, അനാലിസിസ് നോക്കുക, കമ്പ്യൂട്ടർ ചെക്ക് ചെയ്യും. ഒന്നുമില്ല കേട്ടോ, എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. സെറ്റായി പോയി ഗായ്സ്. അല്ലെങ്കിൽ ഒരു റീടെസ്റ്റിൽ ഒരു അടിപൊളി എൻട്രി എടുക്കായിരുന്നു. ഞാൻ എല്ലാം മാർക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോയതായിരുന്നു. ഇതിനെ ഈ ട്രെൻഡ് കണ്ട് ഞാൻ മാർക്ക് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോയതായിരുന്നു. പക്ഷേ നേരത്തെ ഒരു ട്രേഡ് വന്നു റിയലി. ഇവിടെ നിന്നൊരു ഇതുവരെ ഒരു സ്റ്റോപ്പ് ലോസും വെച്ചിട്ട് അടിപൊളി ഒരു ട്രേഡ് എടുക്കായിരുന്നു. ബോട്ട് അത് കൂട്ടി കഴിഞ്ഞ് ഇനി ഒന്നും ചെയ്യാൻ പറ്റൂല. നല്ല കിട്ടല് കിട്ടി. പിന്നെ അടുത്തന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പൊ അതിന്റെ വീഡിയോ ഒന്നും കൂടെ ഒരു കോൾ വിളിച്ചിട്ട് ക്ലിയർ ആയിട്ടൊന്നും എടുത്ത് അയച്ചു കൊടുക്കാൻ പറഞ്ഞ്. പിന്നെ അടുത്തുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ എഡിറ്റിംഗ്. അത് തന്നെ എഡിറ്റിംഗ്, അല്ലറ ചില്ലറ പരിപാടി. പിന്നെ കോള് പറഞ്ഞ കാര്യം ചെയ്യുക. അത് തന്നെ. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.